ഹലോ നമസ്കാരം. നമ്മളെ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ ബാലചന്ദ്രനും ഗോവർദ്ധനും ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഗോവർദ്ധനം പറയുന്നുണ്ട്, പെട്ടി തന്നേക്ക് ബാലേട്ടൻ, ഞാൻ കാറിൽ വെച്ചിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബാലേട്ടൻ ചെക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ അവിടെ. അങ്ങനെ ഗോവർദ്ധനൻ ബാഗൊക്കെ കാറിൽ വെച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട് ബാലേട്ടനോട്, എന്താ ബാലേട്ടൻ ആയില്ലേന്ന് ചോദിക്കുകയാണ്. പറഞ്ഞ് ഇല്ല, ടൈം എടുക്കുമെന്ന് പറയാണ്. എന്നിട്ട് പറയാണ്, ബാലേട്ടൻ പോയിക്കോളും, ഞാൻ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറയാണ്. അന്നേരം റിസപ്ഷനിസ്റ്റ് പറയുന്നുണ്ട്, ഇതാ കഴിഞ്ഞു സാർ എന്ന് പറഞ്ഞിട്ട് ബില്ല് കൊടുക്കുക കേട്ടോ. ആ സമയത്ത് റിസപ്ഷനിസ്റ്റ് ചോദിക്കുന്നുണ്ട്, ഹാപ്പി അല്ലേ, ഇവിടുത്തെ റൂംസ് ആൻഡ് സർവീസിൽ ഹാപ്പി ആണെങ്കിൽ ഒരു റിവ്യൂ ഇടാവോ സാർ എന്ന് ബാലേന്ദ്രനോട് ചോദിക്കുകയാണ്. അന്നേരം ബാലേന്ദ്രൻ ഒരു പുച്ഛത്തോടെ ഒരു ചിരി കേട്ടോ ഗോവർദ്ധനോട്. എന്നിട്ട് ഗോവർദ്ധനോട് ചോദിക്കുന്നുണ്ട്, താൻ ഹാപ്പി അല്ലേടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഗോവർദ്ധനം പറയുന്നത് എന്ന് പറയാണ്. എന്നാലും ഒരു റിവ്യൂ കൊടുത്തേക്കെന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ പോവാട്ടോ. അങ്ങനെ ഗോവർദ്ധൻ അവിടെ റിവ്യൂ ഒക്കെ കൊടുത്തിട്ട് അവർ രണ്ടുപേരും നാട്ടിലേക്ക് തിരിക്കുക കേട്ടോ. പോകുന്ന സമയത്ത് ബാലേന്ദ്രൻ ഗോവർദ്ധനോട് ചോദിക്കുന്നത്, താൻ ഇന്നലെ രാത്രി ഉറങ്ങിയില്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം ഗോവർദ്ധനൻ പറഞ്ഞത്, ശരിക്കും പറഞ്ഞാൽ ഉറങ്ങിയില്ല എന്ന് പറയാണ്. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അതെന്ത് പറ്റി? അന്നേരം ഗോവർദ്ധനൻ പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ തലക്കകത്ത് ഒരു കടത്തിൽ കൂടെ നിൽക്കുന്ന പോലെ തോന്നിയെന്ന് പറയാണ്. എന്നിട്ട് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യമാണോ നിൻ്റെ ഉറക്കം കെടുത്തിയെന്ന് പറയാണ്. അന്നേരം ഗോവർദ്ധനം പറയുന്നുണ്ട് അതേന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയാണ്, അത് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, അത് മറന്നു കളഞ്ഞേക്കാൻ, ഞാനൊരു കെട്ടുകഥ ഉണ്ടാക്കി പറഞ്ഞതല്ലേ, ആരെങ്കിലും അത് വിശ്വസിക്കുമെന്ന് പറയാണ്. അന്നേരം ഗോവർദ്ധനം പറയുന്നുണ്ട്, അത് കെട്ടുകഥയൊന്നുമല്ല. അന്നേരം ബാലേട്ടൻ പറയുന്നുണ്ട്, അതേടോ, മുന്നേ ഞാനൊരു ആംഗ്ലോ ഇന്ത്യൻ ലേഡിയുടെ കഥ പറഞ്ഞില്ലേ, അതുപോലെ ഞാൻ ഇപ്പോഴും പറഞ്ഞതാ, ഞങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടല്ലേ, സിനിമക്കാർക്ക് കൊടുത്താൽ നല്ല പൈസ കിട്ടുമെന്ന് പറയാണ്. അന്നേരം ഗോവർദ്ധനം പറയുന്നുണ്ട്, ബാലേട്ടൻ ഇന്നലെ പറഞ്ഞത് ശരിക്കുള്ള സംഭവമാണ്, ബാലേട്ടൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവമാണെന്ന് പറയാണ്. അന്നേരം ബാലേട്ടൻ പറയുന്നുണ്ട്, നീ ഇന്നലെ കഴിച്ചായിരുന്നോ ചോദിക്കുകയാണ്. അന്നേരം ഗോവർദ്ധനം പറയാണ്, ഞാൻ ഇന്നലെ അല്ല കഴിച്ചത്, മിനിയാന്ന്. ഇന്നലെ ബാലേട്ടനല്ലേ കഥ പറഞ്ഞാട് ബാറിൽ പോയിട്ട് കഴിച്ചിട്ട് പൂസായിട്ട് വന്ന് കിടന്നുറങ്ങിയത്. എന്നിട്ട് ബാലേട്ടൻ പറയുന്നുണ്ട്, ഞാൻ തന്നെ വിളിച്ചതല്ലേ എന്ന് പറയണം. അന്നേരം ഗോവർദ്ധനം പറയുന്നുണ്ട്, വിളിച്ചില്ലേലും ഞാൻ വരട്ടിയില്ല, അതിനേക്കാളും വലിയ ആൽക്കഹോൾ എൻ്റെ തലയിലുണ്ടായിരുന്നു ഇന്നലെ എന്ന് പറയാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാനൊരു ജോക്ക് പറഞ്ഞതല്ലേ, നീ എന്താ അത് കാര്യമാക്കി എടുക്കുന്നതെന്ന് പറയാണ്. അന്നേരം ഗോവർദ്ധനം പറയുന്നുണ്ട്, ഞാൻ ഇന്നലെ രാത്രി ഇരുന്ന് ആലോചിച്ചു, പഴയ കാര്യങ്ങളൊക്കെ ഇരുന്ന് മനസ്സിലാക്കി, അപ്പോൾ ബാലേട്ടൻ പറഞ്ഞത് സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയാണ്. അന്നേരം ബാലേട്ടൻ പറയുന്നുണ്ട്, അതിന് മാത്രം ഞാൻ എന്താ പറഞ്ഞത്, ഇന്നലെ നമ്മൾ കാണാൻ പോയ സ്റ്റാലിൻ ജോസഫ് അലീനയുടെ മകളാണെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ എന്ന് പറയാണ്. അന്നേരം ഗോവർദ്ധനം പറയുന്നുണ്ട്, അതുമാത്രമല്ല വൈജയന്തിയുടെ മകളാണെന്നും കൂടി പറഞ്ഞിരുന്നു എന്ന് പറയാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതിനെന്താടോ, ലോകത്ത് ഇങ്ങനെയൊക്കെ നടക്കുന്നില്ലേ, ചില പുരുഷന്മാർ സ്ത്രീകളെ ചതിക്കും, ചില ആൾക്കാർ കുഞ്ഞിനെയും കയ്യിൽ വെച്ച് കൊടുക്കും, അതൊക്കെ നാട്ടിൽ നടക്കുന്ന സ്വാഭാവികമായ കാര്യങ്ങളല്ലേ എന്ന് പറയാണ്. ചില സ്ത്രീകൾ ട്രോഫിയും കൊണ്ടുവന്ന് ഭർത്താവിനെ ഏൽപ്പിക്കും, ഇതാണ് എൻ്റെ ട്രോഫി എന്ന് പറഞ്ഞ് എന്തോ ജയിച്ചു എന്ന പോലെ തോന്നിയിട്ട് ട്രോഫി അങ്ങ് കൊടുക്കുക. എൻ്റെ കാര്യത്തിൽ ഇതൊന്നും നടന്നില്ലല്ലോ, വൈജ ആ ട്രോഫിയെ ഉപേക്ഷിച്ചല്ലേ വന്നതെന്ന് പറയാണ്. എന്നിട്ട് ഗോവർദ്ധനൻ ചോദിക്കുന്നുണ്ട്, ബാലേട്ടൻ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു 23 വർഷം കഴിഞ്ഞതിന് ശേഷം എന്ന് പറയണം. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇതൊക്കെ കാരണം അലീന തന്നെയാണ്, അവളുടെ ചില ഫോൺ സംഭാഷണങ്ങൾ ഞാൻ കേൾക്കാനിടയായി. അവൾ വയറ്റിൽ കത്രിക കൊണ്ട് ഹോസ്പിറ്റലിൽ കിടന്നില്ലേ, അതിന് ശേഷമുള്ള ഒരു ഫോൺ സംഭാഷണമായിരുന്നു ഞാൻ കേട്ടതെന്ന് പറയാണ്. ആ കേട്ടത് ഇതായിരുന്നു, എൻ്റെ സ്വന്തം ചോരയല്ലേ മോളെ, അതുകൊണ്ടാണ് ഞാൻ ക്ഷമിച്ചതെന്ന് പറയാണ്. പോലീസ് എന്നോട് തിരിച്ചും മറിച്ചും ചോദിച്ചു, ഞാനൊന്നും വിട്ടു പറഞ്ഞില്ല, ഞാനെല്ലാം തുറന്നു പറഞ്ഞാൽ അവരുടെ ജീവിതം തകർന്നു പോകും. എൻ്റെ കൂടപ്പിറപ്പല്ലേ മോൾ, എൻ്റെ അമ്മ, അച്ഛൻ, സിബ്ലിങ്സ്, ഇതൊക്കെ അന്നേരം ബാലേന്ദ്രൻ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ ബാലേന്ദ്രൻ ഗോവർദ്ധനോട് പറയുന്നുണ്ട്, എനിക്ക് അപ്പം മുതൽ സംശയം തോന്നി, വൈജയന്തി എത്ര അപമാനിച്ചിട്ടും എത്ര വഴക്ക് പറഞ്ഞിട്ടും അവൾ എൻ്റെ വീട്ടിൽ തന്നെ പിടിച്ചു നിന്നു, അതൊരു കാര്യം. പിന്നെ ഏതു വേലക്കാരിയും അത്ര സഹിച്ചൊന്നും ഒരു വീട്ടിൽ പിടിച്ചു നിൽക്കത്തില്ല, അത് ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി എന്നൊക്കെ എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു എന്ന് പറയാണ്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, എൻ്റെ മക്കളെ അവൾ മൂത്ത ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് ഉപദേശിക്കുകയും നേർവഴിക്ക് നടത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. വൈജയുടെ അമ്മേനെ സ്വന്തം മുത്തശ്ശിയെ പോലെയാണ് അവരെ നോക്കിയെന്ന് പറയാണ്. ബബിതയും രോഹിത്തിനെയും കൃഷ്ണമോളെയും സ്വന്തം പെങ്ങളാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് അവളെ നോക്കിയത്, എന്നെ സ്വന്തം അച്ഛനെ പോലെ കണ്ടിട്ടാണ് അവൾ എന്നെ നോക്കിയതും. എന്നിട്ട് ഗോവർദ്ധനൻ ചോദിക്കുന്നുണ്ട്, അത് അലീനക്ക് മാത്രമല്ലേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ, പിന്നെ അങ്ങനെ ബാലേട്ടനെ അറിഞ്ഞു? അന്നേരം ബാലേട്ടൻ പറയുന്നുണ്ട്, ഞാൻ അവളുടെ ഫോൺ ചോർത്തി, അവളുടെ ഫോണിൽ കോൾ റെക്കോർഡിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു. അന്നേരം ആ സമയത്ത് അലീനക്ക് സ്മാർട്ട് ഫോൺ എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു. പിന്നീട് അവൾക്ക് വരുന്ന കോളുകളെല്ലാം എൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്തു. ആൾ കോൾ റെക്കോർഡിലായിരുന്നു എല്ലാ സത്യങ്ങളും ഉണ്ടായിരുന്നത്. അവളെ അന്ന് ഉപദ്രവിച്ച ആരാണെന്നും അവളെ അമ്മ ആരാണെന്നും എല്ലാം അതിലുണ്ടായിരുന്നു.
അന്നേരം ആ സമയത്ത് അലീനയെ വിളിച്ച കോള് രേവതിയായിരുന്നു കേട്ടോ. രേവതിയാണ് ഈ കാര്യങ്ങളെല്ലാം അലീനയോട് പറയുന്നത്. ആ കോളാണ് കേട്ടോ ബാലേന്ദ്രൻ കേൾക്കുന്നത്. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ആ സമയത്ത് ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കിയ ഈ സാമ്രാജ്യം ഞാനൊരു അഴുക്ക് ചാലാണെന്ന് എനിക്ക് തോന്നിപ്പോയി എന്ന് പറയാണ്. ഗോവർദ്ധനോട് ചോദിക്കുന്നുണ്ട്, തനിക്ക് മനസ്സിലാവുന്നുണ്ടോ എൻ്റെ മാനസികാവസ്ഥ എന്ന് പറയാണ്. അന്നേരം ഗോവർദ്ധനൻ പറയുന്നുണ്ട്, ഉണ്ട് ബാലേട്ടാ, 23 വർഷക്കാലം ഈ കൊല്ലപ്പള്ളിക്കാർ എന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 23 വർഷക്കാലം വൈജയന്തി പതിവ്രതയായി ചമഞ്ഞ് എന്നെ പറ്റിക്കുകയായിരുന്നു. പക്ഷേ ഇതൊക്കെ എങ്ങനെ നടന്നു എന്ന് എനിക്കറിയണമായിരുന്നു. അതുകൊണ്ടാണ് 2 ദിവസം ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി നീലഗിരിക്ക് പോയത്. അവിടെ പോയിട്ട് ഗംഗേട്ടനോട് ഒരു ചോദ്യം ഞാൻ ചോദിച്ചുള്ളൂ. ആ ചോദ്യത്തിനുള്ളിൽ ഗംഗേട്ടൻ പതറിപ്പോയി. പട്ടാളക്കാരന് മുന്നിൽ, ശത്രുക്കളെ മുന്നിൽ തൻ്റെ ഇടത്തോടെ നിൽക്കുന്നുണ്ടെങ്കിലും എൻ്റെ മുന്നിൽ ഗംഗേട്ടൻ പതറിപ്പോയി എന്ന് പറയാണ്. എന്നിട്ട് ഗോവർദ്ധനൻ ചോദിക്കുന്നുണ്ട്, ഗംഗേട്ടൻ എന്നിട്ട് എന്തു പറഞ്ഞു എന്ന് പറയാണ്. അന്നേരം ബാലേട്ടൻ പറയുന്നുണ്ട്, സമ്മതിക്കാതെ വഴിയില്ലല്ലോ, 23 വർഷക്കാലം എന്നെ ചതിക്കുകയാണെന്ന് സമ്മതിച്ചു. എല്ലാം മറച്ചു വെച്ചിട്ടാണ് എനിക്ക് കല്യാണം കഴിച്ച് തന്നതെന്നും പറഞ്ഞു. എല്ലാം തത്ത പറയുന്ന പോലെ പറഞ്ഞു എന്ന് പറയാണ്. അവിടുന്ന് വന്നതിന് ശേഷം ഞാൻ അപ്സ്റ്റെയറിലേക്ക് താമസം മാറ്റി. അപ്പോഴേക്കും അലീന എൻ്റെ വീട് സ്വന്തം വീടായി കഴിഞ്ഞതിൻ്റെ കാരണം എനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. എല്ലാവരും അവളുടെ കുടുംബാംഗങ്ങളാണ്, ഞാൻ അവളെ അച്ഛനാ. എന്നെയാണ് അവൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും ശുശ്രൂഷിച്ചതും. അതുമാത്രമല്ല, അവളാണ് എൻ്റെ ആയുധം. വൈജയന്തിയെ തകർത്ത് കളയാനുള്ള ബോംബ് അവളാണ് എന്ന് പറയാണ് ബാലേന്ദ്രൻ. സമയമാവുമ്പോൾ പൊട്ടിച്ച് കളയാമെന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പോഴാണ് അലീന വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടി തീരുമാനിച്ചതെന്ന് പറയാണ്. അന്നേരം ഗോവർദ്ധനൻ ചോദിച്ചു, അതെന്തിനാ അന്നേരം പോകാൻ തീരുമാനിച്ചേ? അത് തനിക്കറിയാലോ, വൈജയന്തിക്ക് ഒരേ നിർബന്ധം അലീനയെ വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്ന്. അന്നേരം വൈജയന്തിന് ആങ്ങളമാർക്കും ഭയങ്കര നിർബന്ധമായിരുന്നു അലീനയെ പിടിച്ച് പുറത്താക്കണമെന്ന്. ആ സമയത്ത് രാജീവനും ശിവനും ഗൾഫിൽ നിന്ന് വന്നായിരുന്നില്ലേ. അലീനയും ആ സമയത്ത് പോകാൻ റെഡിയായിരുന്നു. അവളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും എറണാകുളത്ത് നിന്ന് മാമച്ചനും അയാളുടെ ഭാര്യയും രേവതിക്കുട്ടിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് യാത്ര ചോദിക്കാൻ വേണ്ടിയിട്ട് അലീന എൻ്റെ അടുത്തേക്ക് വന്നു. ആ സമയത്ത് ചെറിയൊരു ബോംബ് ഞാൻ പൊട്ടിച്ചു. ആ സമയത്ത് അവൾ എൻ്റെ കാല് പിടിച്ച് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണേ, എന്നെ ദൈവത്തോർത്ത് എന്നോട് പൊറുക്കണേ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കാല് പിടിച്ചു എന്ന് പറയാണ്. അന്നേരം ഗോവർദ്ധനൻ ചോദിക്കുന്നുണ്ട്, ആ സമയത്ത് അലീനയ്ക്ക് എല്ലാം മനസ്സിലായി, ബാലേട്ടനെല്ലാം മനസ്സിലായി എന്നല്ലേ എന്ന് പറയാണ്. അന്നേരം ബാലേട്ടൻ പറയുന്നുണ്ട്, നീ ഇവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ പൊട്ടിത്തെറിക്കാത്തത്. നീ ഇവിടുന്ന് പോയാലും ഞാൻ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയും എന്നറിയാണ്. പിന്നീട് വൈജയ് ഈ വീട്ടിലുണ്ടാവില്ല, ഞാൻ ഈ വീട്ടിലുണ്ടാവില്ല, പിന്നെ ഈ കുടുംബം ചിന്നിച്ചിതറി പോകുമെന്ന് പറഞ്ഞിട്ടാണ് അലീന പിന്നെ ആ വീട്ടിൽ പിടിച്ചു നിന്നേന്ന് പറയാണ്. അപ്പോഴേക്ക് എല്ലാവരും കൂടി അവിഹിത ബന്ധം ആരോപിച്ചില്ലേ, അതുകൊണ്ടാണ് ഒരു ആംഗ്ലോ ഇന്ത്യൻ ലേഡിയെ കുറിച്ച് ഒരു കഥ ഞാൻ ഉണ്ടാക്കിയത്. അലീന എൻ്റെ മകളാണെന്ന കാര്യം എല്ലാവരോടും തുറന്നു പറഞ്ഞതെന്ന് പറയാണ്. എന്നിട്ട് വൈജയ്ക്ക് അതൊന്നും പോരാ, അലീനയെ ഇറക്കി വിട്ടാലേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അവൾ വീട് വിട്ട് ഇറങ്ങിപ്പോകും. അവൾ വിട്ടിറങ്ങിപ്പോയി. പക്ഷേ അലീന പറഞ്ഞിട്ടുണ്ട്, ഞാൻ വീട് വിട്ട് ഇറങ്ങിപ്പോകുന്നു, അവൾ പോകും എന്ന് പറയാണ്. അന്നേരം ഗോവർദ്ധനൻ പറയുന്നുണ്ട്, കഷ്ടം. അന്നേരം ബാലേന്ദ്രൻ പറയാണ്, അതെ, 23 വർഷക്കാലം അവൾ അനാഥമായിട്ട് ജീവിച്ചു. സ്വന്തം വീട് കണ്ടെത്തി അവിടെ എത്തിയപ്പോൾ സ്വന്തം അമ്മ തന്നെ അവിടുന്ന് ഇറക്കി വിടുന്ന ഒരവസ്ഥ. അതൊന്നും നീതിയല്ലല്ലോ ഗോവർദ്ധന. എൻ്റെ വീട്ടിൽ ഓരോ അനിഷ്ട സംഭവങ്ങളും ഉണ്ടായിട്ടും ആ സംഭവങ്ങളെല്ലാം ശരിയാക്കി കൊണ്ടുവന്നത് അവളാണ്. എൻ്റെ കുടുംബം നേരാക്കി തന്നത് അവളാണ്. അവളെ ഉപേക്ഷിക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ? ഞാനൊരു മനുഷ്യനല്ലേടോ. അതുകൊണ്ടാണ് ഞാൻ ഗംഗേട്ടനെ അന്വേഷിച്ച് പോയത്. ഞാൻ ഏറ്റവും വെറുക്കേണ്ട സ്റ്റാലിൻ ജോസഫിനെ കണ്ട് അവളെ ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞിട്ട് അവരെ വീട്ടുമുറ്റത്ത് ചെന്ന് പറഞ്ഞതെന്ന് പറയണം. അന്നേരം ഗോവർദ്ധനൻ വണ്ടി സൈഡാക്കുക കേട്ടോ. എന്നിട്ട് ഗോവർദ്ധനൻ പറയുന്നുണ്ട്, ഞാനും സുലും ബാലേട്ടനെ മുന്നേ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴാണ് കാര്യങ്ങളെല്ലാം മനസ്സിലായത്. ബാലേട്ടൻ ചെറിയ ആളൊന്നുമല്ല, വലിയ ആളാണ്, വലിയ മനസ്സുള്ള ആൾ എന്നൊക്കെ പറയാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അല്ലടോ, ഞാനൊന്നുമല്ല, ഞാൻ ഓടയിൽ കിടക്കുന്ന വെറും ഒരു കീടം മാത്രമാണെന്ന് പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ഗോവർദ്ധനോട്, വണ്ടി എടുക്കണോ എന്ന് പറഞ്ഞിട്ട് അവർ യാത്ര തുടരാട്ടോ.